എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റും ഉള്ളത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഈ വരുന്ന ചിങ്ങം മുതൽ, അതായത് 2024 ചിങ്ങം മുതൽ അടുത്ത 2025 ചിങ്ങം വരെയുള്ള ഒരു വർഷക്കാലത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Surrender, childlike expression, delight, spiritual quest, clear your energy, splendor. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പതുക്കെ ആയിരിക്കും എല്ലാം തുടങ്ങുക. അതായത് തുടങ്ങുന്ന സമയത്ത് എല്ലാം ഒന്ന് മന്ദഗതിയിലായിരിക്കും എന്ന് പറയാം. അപ്പോൾ ശനിയുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപഹാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ശനിയെ പ്രത്യേകം ആരാധിക്കുക. അപ്പോൾ അതും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില തടസ്സങ്ങളും പല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ശനി ഭഗവാനെ പ്രത്യേകം ആരാധിക്കുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക്, കാരണം എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ തുടക്ക സമയത്ത് കൊച്ചു കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നാൽ കൂടിയും മുന്നോട്ടേക്ക് വരുമ്പോൾ ഹെവി എനർജിയാണ്, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ആ തുടങ്ങുന്ന സമയം ഇത്രയും മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പോഴത്തെ സമയം നമുക്ക് ഒന്ന് പതുക്കെ റെസ്റ്റ് എടുക്കാനുള്ളതാണ്, ഒന്ന് ഇരിക്കാനുള്ള സമയമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓടേണ്ടി വരും. അപ്പൊ അത് മനസ്സിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ മുന്നോട്ടേക്ക് പോകുന്തോറും അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള സിറ്റുവേഷനിലാകാതെ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള സമയം നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്ര വലിയൊരു സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടുന്ന സമയമാണ്, ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ത് തന്നെ ഒരു ചാലഞ്ചസ് നിങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു പ്രപഞ്ച ശക്തിക്ക് കീഴടങ്ങുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് എടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. സെപ്റ്റംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ എടുത്ത് പറയുന്നു. കാരണം ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ എനർജി ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇത് നടക്കുമോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, അതൊരു കുറച്ച് നാളത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കേണ്ടുന്ന സമയമാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത്. മുന്നോട്ടേക്ക് പോകുന്തോറും ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ജ്ഞാനം നേടുന്ന ഒരു എനർജി കൂടുതലായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇനി ഏത് പ്രായത്തിലുള്ള ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകുന്തോറും ഈ ഒരു മാസത്തിൽ. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ, വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇനി വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങൾ വരികയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി ജോലിയിലേക്ക് കയറിയിട്ടുള്ളവരാണെങ്കിൽ പുതിയതായിട്ട് വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് വീണ്ടും കൊണ്ടുപോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഏത് പ്രായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും പ്രായഭേദമന്യേ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സമയമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വിദ്യാർത്ഥികളുടെ, അതായത് പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുള്ള ഒരു അവസരം ഈ ഒരു വർഷം തരുന്നുണ്ട്. അത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സ്കിൽസ് പഠിക്കുന്നതും ആവാം അത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും
ഹോബീസ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതാവാം. ഇപ്പൊ മ്യൂസിക്കോ ഡാൻസോ അങ്ങനെ ചിത്രരചന അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നതുമാവാം. ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിച്ച് അങ്ങനെയുള്ള കാര്യത്തിൽ കഴിവ് നേടുക എന്നുള്ളതും ആവാം. അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സും ആവാം സാധ്യത. അതേപോലെ തന്നെ വളരെ സന്തോഷമുള്ള മുഹൂർത്തങ്ങളും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് കുറച്ച് വലിയ രീതിയിലുള്ള സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ പ്രായമായിട്ടുള്ള കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ മക്കളുടെയൊക്കെ വിവാഹം, മക്കൾക്ക് ജോലി കിട്ടുക, അങ്ങനെ ആഗ്രഹിച്ച തരത്തിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലി. ഇപ്പൊ മക്കൾക്ക് ജോലി ഉള്ളവരാണെങ്കിൽ കൂടിയും അവർ ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോലി അല്ല ചെയ്യുന്നതെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലി ഉണ്ടാവാം. അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്നതായിട്ട് സൂചന തരുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒത്തിരി സന്തോഷം തരുന്ന ആത്മനിർവൃതി, സമാധാനം, സ്വസ്ഥമായിട്ട് ഉള്ള ഒരു ജീവിതം എന്നുള്ളതിൽ ഒരു തൃപ്തിയും മനസ്സമാധാനവും ഒക്കെ ജീവിതത്തിൽ കാണുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്വന്തമായിട്ടൊന്ന് വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവര്, ഇപ്പോൾ ഒത്തിരി നാളുകളായിട്ട് പല വാടക വീട്ടിലായിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാനായിട്ടൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാകുകയാണ് ചെയ്യുന്നത്. സന്തോഷം നിറഞ്ഞ മുഹൂർത്തം, വീട് വയ്ക്കുന്നത്, വീട്ടിലേക്ക് കയറി താമസിക്കാൻ, പാല് കാച്ചല്, കയറി താമസം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ചിരിക്കാനുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി സന്തോഷിക്കാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു വർഷക്കാലത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സ്പിരിച്വൽ എനർജിയും കൂടുതലായിട്ട്, അതായത് ആത്മീയതയിലും നിങ്ങൾ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആത്മീയതയിലേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില ആളുകൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ വ്യക്തതയോടും വളരെ വ്യക്തമായിട്ട് വളരെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുക. അതുപോലെ ഉപവാസങ്ങൾ, വ്രതങ്ങൾ എടുക്കാം, പൂജകൾ, അതുപോലെ പല കാര്യങ്ങളൊക്കെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ചിലപ്പോൾ വീട് വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗണപതി ഹോമം, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള നമ്മൾ വീട് വയ്ക്കുമ്പോൾ ചെയ്യുന്ന തരത്തിലുള്ള പൂജകൾ ഉണ്ടാവുമല്ലോ. വീട് വച്ചിട്ട് വീട്ടിലേക്ക് ആദ്യം കയറി താമസിക്കുന്ന ഭഗവതി സേവയും ഗണപതി ഹോമവും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ അതായത് ആരാധനാലയങ്ങളിൽ സന്ദർശിക്കാൻ, ഒത്തിരി ദൂരെയുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കുക, അതുപോലെയുള്ള യാത്രകൾക്ക് പോകാനുള്ള ഒരു അവസരവും സാധ്യതയൊക്കെ ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി എനർജി വരുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എനർജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ പരമാവധി സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ എനർജി ഭയങ്കര കൂടുതലായതുകൊണ്ട് ഉള്ളിൽ വളരെ ചൂടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല എങ്കിൽ, ആ ഒരു ചൂട് പുറത്തേക്ക് കളയുന്നില്ല എങ്കിൽ അത് മുഴുവൻ നെഗറ്റിവിറ്റി ആയിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ മൊത്തം നെഗറ്റീവ് എനർജി. അപ്പൊ ഈ പറയുന്ന സന്തോഷങ്ങളൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എന്നാലും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. കുറഞ്ഞ പക്ഷം നടക്കാനെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവുക. ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ്, ക്രിക്കറ്റോ ബാഡ്മിന്റനോ അതുപോലുള്ള എന്തെങ്കിലും, നൃത്തം ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നടക്കാൻ, തീരെ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ കുറഞ്ഞ വർഷം നടക്കാനെങ്കിലും ആ ഒരു രീതി അല്ലെങ്കിൽ ശരീരം ആക്റ്റീവ് ആക്കി വെക്കാം. അല്ലാത്ത പക്ഷം വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി, ആ എനർജി ബിൽഡപ്പ് ചെയ്തിട്ട് നെഗറ്റിവിറ്റീസ് ആണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ ചെയ്യുമല്ലോ, സാമ്പ്രാണി കത്തിക്കുക, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുക, അല്ലെങ്കിൽ സ്മെല്ല്, അങ്ങനെയുള്ള നല്ല അങ്ങനെ ആ ഒരു മണമുള്ള എന്തെങ്കിലുമൊക്കെ കത്തിച്ചിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട് വൃത്തിയാക്കി വെക്കുക, പ്രത്യേകം അലങ്കോലമാക്കി കിടക്കുക. ഒന്നാമത് ഈ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതലുള്ളതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വീട് ശുദ്ധിയായിട്ട് വെക്കുക. പിന്നെ പറയുന്ന പോലെ ശരീരം ശുദ്ധമായിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് വയറ്, അനാവശ്യ കാര്യങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് കുറയ്ക്കുക. ചൂട് കൂടുന്നത് അതും ഒരു കാര്യമാകും. അപ്പൊ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ അനാവശ്യമായിട്ടുള്ള ഫുഡ്, ഇടയ്ക്കൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഡീടോക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
വയറിന്റെ തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം. പൊതുവിൽ വളരെ നല്ല സമയമാണെങ്കിൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു വളരെ സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാക്കി നിങ്ങൾക്കതിനെ തീർക്കാൻ പറ്റും. സ്പ്ലെൻഡർ ആണ്, വളരെ തൃപ്തിയാണ് ചുറ്റുപാടുമുള്ള എനർജി. ചില ആളുകൾ സ്ഥലമൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ട്, കൃഷി, ചെടി, പൂവ്, കായ്, പക്ഷികൾ, ഇങ്ങനെയുള്ള ഒരു പോട്രി ഫാം അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചില ആളുകൾ തുടങ്ങുന്നുണ്ട്. ബിസിനസ്, കൃഷി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു വർഷം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ പറ്റുന്നുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.